കേരളത്തിലെ എല്ലാവർക്കും ആശ്വാസകരമായ പുതിയ ഒരു നിയമം കേരള ഗവൺമെൻറ്റിൻ്റെ തദ്ദേശ വകുപ്പ് ഇതിനോടകം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ശരിക്കും നമ്മളൊരു വീട് വെക്കുന്ന സമയം, ഇല്ലെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ തന്നെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ പാർക്കിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു വസ്തുവിൽ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞ് ഇല്ലെങ്കിൽ ബിൽഡിംഗ് വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ്ങിന് കൃത്യമായ സ്ഥലം കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ ലിമിറ്റ് ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു. എന്നാൽ പുതിയ ഒരു നിയമപ്രകാരം നമ്മുടെ വസ്തു ഏത് പ്ലോട്ടിലാണോ നമ്മൾ വസ്തുവിൽ ബിൽഡിംഗ് വെക്കുന്നത് ആ പ്ലോട്ടിൽ 25% മാത്രം പാർക്കിംഗ് കൊടുത്താൽ മതി. ബാക്കി പാർക്കിംഗ് അടുത്ത പ്ലോട്ടുകളിൽ എന്ന് പറഞ്ഞാൽ ആ കെട്ടിട ഉടമയുടെ തന്നെ പ്ലോട്ട് അടുത്തുണ്ടെങ്കിൽ ഏകദേശം 200 മീറ്റർ ചുറ്റളവിൽ അദ്ദേഹത്തിൻ്റെ ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് പാർക്കിംഗ് കൊടുക്കാമെന്നുള്ള പുതിയ നിയമം കേരളത്തിൽ കൊണ്ടുവരികയും വളരെ സ്വാഗതാർഹവും വളരെ ആശ്വാസകരമായിട്ടുള്ള നിർമ്മാണമാണ്. അപ്പോൾ അനേകം പേർക്ക് ഇപ്പോൾ സ്വയം തൊഴിലിനും അനേകം പേർക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് മുന്നോട്ട് വരുവാനും അവർക്ക് ആവശ്യമായ കൂടുതൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും അസംബ്ലി ബിൽഡിങ്ങൊക്കെ നമുക്ക് ഈ കേരളത്തിൽ കെട്ടിപ്പടുത്തു കൊടുക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാർക്കിംഗ് കൊടുക്കേണ്ട ഭൂമി ഏകദേശം 200 മീറ്റർ ചുറ്റളവിനായിരിക്കുക. അതിന് 25% പാർക്കിംഗ് എങ്കിലും ബിൽഡിംഗ് ഏത് പ്ലോട്ടിലാണോ വെക്കുന്നത് ആ പ്ലോട്ടിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വാഹനം പോകുവാനും വാഹനം തിരിച്ചു വരുവാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഭൂമി 200 മീറ്റർ ചുറ്റളവിലുള്ള ആ ഭൂമി എന്ന് പറയുമ്പോൾ കെട്ടിട ഉടമയുടെ വസ്തു ഇരിക്കുന്ന അതേ ഉടമയുടെ തന്നെ ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഭൂമി മറ്റൊരു ആവശ്യത്തിനും മറ്റൊരു നിർമ്മാണ പ്രവൃത്തിക്കോ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഭാവിയിലും വേറൊരു ബിൽഡിംഗ്, കാരണം ഇത് പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പേസ് ആകെ കൊണ്ട് മറ്റൊരു ബിൽഡിങ്ങിന് വേണ്ടി ഈ വസ്തു നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയില്ല. അപ്പോൾ തന്നെ ഈ ഒരു വസ്തു മറ്റാൾക്ക് വിൽക്കുവാനും കഴിയത്തില്ല. കെട്ടിട ഉടമയും പഞ്ചായത്ത് സെക്രട്ടറി നമ്മൾ പെർമിറ്റിൻ്റെ കാലാവധി 5 വർഷത്തിൽ നിന്നും 15 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നിയമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.